നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങൾ. സർവേയെക്കുറിച്ച് CPIM-ന് മുൻകൂർ അറിവെന്നും ഉത്തരവ് വരുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചുവെന്നും ഹൈക്കോടതി. വിഷയത്തിൽ നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി വീക്ഷിക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചെയ്യുന്ന. വിഷ്ണു, പൂർണ്ണമായ ഒരു PR എക്സൈസ് എന്ന നിലയിലാണോ സർവേ എന്ന വിലയിരുത്തൽ ഹൈക്കോടതി ഉള്ളത്? എന്തൊക്കെയാണ് അതിലെ പരാമർശങ്ങൾ? സർക്കാർ ചെലവിൽ നടത്താനിരുന്ന നവകേരള സർവേ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ തള്ളിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിൽ ഉള്ളത്. ആരുടെ അനുമതിയിൽ ആര് ഫണ്ട് ചെലവഴിക്കുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു PR എക്സൈസ് ആണെന്ന സംശയം ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ കൂടി ഹൈക്കോടതി മുന്നിൽ വെക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ നടത്താനിരിക്കുന്ന സർവേയെക്കുറിച്ച് പാർട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പറയുന്ന കേഡർമാർക്ക് വിവരങ്ങൾ നൽകിയതടക്കമുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ വരുന്നു. വിഷ്ണു സുരേഷ് ചെയ്യുന്ന. വിഷ്ണു, വിവരങ്ങൾ. സംസ്ഥാന സർക്കാരിന് ഇന്ന് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയത്. ഇപ്പോൾ ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലെ 51ാമത്തെ ഖണ്ഡിക അത് CPIM-ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. ഈ ഹർജി നൽകിയ ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒന്നാണ് CPM പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് കേഡർമാർക്ക് അവരുടെ അണികൾക്ക് അയച്ച കത്ത്. ആ കത്ത് കോടതിയിൽ വരികയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെ ഈ കേസിൽ കക്ഷി ചേർക്കുകയും സത്യവാങ്മൂലം MV ഗോവിന്ദൻ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗുരുതര പരാമർശം ഇപ്പോൾ ഈ 51ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടറിയുടെ കത്തിനെതിരെ ഒരുപാട് ചോദ്യങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത്. സർവേയെക്കുറിച്ച് പാർട്ടിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു. അതായത് ക്യാബിനറ്റ് കൂടി ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി എങ്ങനെ ഇത്തരത്തിലൊരു കത്തയച്ചു കേഡർമാർക്ക് എന്നൊരു ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. അതിൽ പ്രധാനമായി സംശയിക്കേണ്ടിയിരിക്കുന്നത് പാർട്ടി കേഡർമാരെ പോർട്ടലിൽ നിറക്കാൻ വേണ്ടി പ്രാപ്തരാക്കിക്കൊണ്ട് പ്രസ്തുത പരിപാടി രഹസ്യമായി ഉപയോഗിക്കാനുള്ള ഒരു സംഘടിത ശ്രമം എന്ന ആരോപണത്തിന്, ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്ന കത്താണ് ഇത് എന്ന് കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം MV ഗോവിന്ദൻ നൽകിയിരുന്നു. പക്ഷേ ആ സത്യവാങ്മൂലവും തൃപ്തികരമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഒപ്പം ഈ സർവേക്ക് പണം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഗുരുതര പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരുന്നില്ല. ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നു. അത് ബിസിനസ് റൂളിന് എതിരാണ് എന്ന നിലപാടാണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ PR ഇനത്തിൽപ്പെട്ട് PRDക്ക് ഇത്തരത്തിൽ 20 കോടി രൂപ അനുവദിക്കാനാകില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദമായ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിനും CPIM-നും ഒരുപോലെ തിരിച്ചടി നൽകുന്നതാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.